ഹലോ മക്കളെ, എല്ലാവർക്കും സൈലന്റ് ലേണിംഗിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാനിത് വന്നിരിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിട്ടാണ്. 2021 ഇംപ്രൂവ്മെന്റ് എക്സാമിന് പല കുട്ടികളെയും കുഴപ്പിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അതെ, നിങ്ങൾ ഈ ഹെഡിങ്ങിൽ കാണുന്ന പോലെ തന്നെയാണ്. എന്താണ്? വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ്. ഒരു വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാൻ 2021 ഇംപ്രൂവ്മെന്റിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? നമുക്കറിയാം, വർക്ക് എനർജി തിയറം പ്രൂവ് ചെയ്യാൻ സാധാരണ മെത്തേഡ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. എഫ് ഈസ് ഈക്വൽ ടു എം എ ഇട്ട് കൊടുത്തിട്ട് ഡിസ്പ്ലേസ്മെന്റ് പകരം വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡ് ബൈ 2 ഇട്ട് കൊടുത്തിട്ട് ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ എന്ന് കിട്ടുകയും അത് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് കിട്ടുകയും അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി കിട്ടുകയും ചെയ്യുന്ന ആ ഒരു സിമ്പിൾ ഡെറിവേഷൻ എല്ലാ മക്കൾക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിരിക്കുന്നതും ആ ഡെറിവേഷനാണ്. എന്നാൽ 2021 ഇംപ്രൂവ്മെന്റിൽ നമ്മളെ ഒന്ന് കുഴപ്പിച്ചു കളഞ്ഞു. വർക്ക് എനർജി തിയറം ഫോർ എ വേരിയബിൾ ഫോഴ്സ് എന്നാണ് ചോദിച്ചത്. പല മക്കളും എന്ത് എഴുതി വെച്ചോ? സാധാരണ ഫോഴ്സിന്റെ കേസിൽ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ ഡെറിവേഷൻ എന്ത് ചെയ്തു? അവർ എഴുതി വെച്ചു. എങ്ങനെയാണ് ഒരു വേരിയബിൾ ഫോഴ്സിന്റെ കേസിൽ വർക്ക് എനർജി തിയറം നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്? അതാണ് നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ ഡീൽ ചെയ്യാനായിട്ട് പോകുന്നത്. പ്യുവർലി ഇന്റഗ്രേഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ കൂടിക്കോ. വളരെ നിസ്സാരമായി ഞാൻ നിങ്ങൾ എന്ത് ചെയ്യാം, ഇത് പഠിപ്പിച്ചു തരാം. റെഡി ആണെങ്കിൽ യെസ്, തുടങ്ങാൻ പോവുകയാണ്. എടാ മക്കളെ, നോക്കടാ. നമുക്ക് എല്ലാവർക്കും അറിയാം കൈനറ്റിക് എനർജി ഡിക്കേഷൻ എന്താണ് കൈനറ്റിക് എനർജി ഡിക്കേഷൻ? യെസ്, കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി നമുക്ക് കെ എന്ന് വിളിക്കാം, അല്ലെ? കെ ഇസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയാം ഹാഫ് എം വി സ്ക്വയർ ആണ് കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ. ഇനി ഞാൻ ഇതിനൊന്ന് ഡെറിവേറ്റീവ് എടുക്കുവാണ്. ഡെറിവേറ്റീവ് എടുക്കുന്നു ഡി കെ ബൈ ഡി ടി. ഡി കെ ബൈ എന്താണ് മക്കളെ? ഡി ടി. ഡെറിവേറ്റീവ് എടുത്തു. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റീവ് എടുത്തു, റൈറ്റ് ഹാൻഡ് സൈഡ് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പൊ നോക്കിയാടാ, ഡി ബൈ ഡി ടി ഓഫ് എന്താണ്? ഹാഫ് എം വി സ്ക്വയറിന്റെയും ഡെറിവേറ്റീവ് എടുക്കണം. ഇവിടെ കോൺസ്റ്റന്റ് ആരാണ്? ഹാഫ് എം കോൺസ്റ്റന്റ് ആണ്. വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് ശ്രദ്ധിക്കണമേ. അപ്പൊ എന്ത് കിട്ടും? ഡി കെ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 1/2 എം. ഹാഫ് എം കോൺസ്റ്റന്റ് ആണ്. വി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 2v ആണ്, അല്ലെ? എന്താണ് മക്കളെ? 2v ആണ് വി സ്ക്വയർ ഡെറിവേറ്റീവ്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ടൈം വെച്ചാണ് ഡെറിവേറ്റീവ് എടുക്കുന്നത്. അതുകൊണ്ട് അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഡി വി ബൈ ഡി ടി മസ്റ്റ് ആയിട്ടും എഴുതിയിരിക്കണം. ഇവിടെ നമുക്കറിയാം ടി സ്ക്വയർ ആണെങ്കിൽ ഡി ടി സ്ക്വയർ ബൈ ഡി ടി. ടി സ്ക്വയർ ഡെറിവേറ്റീവ് 2t ആണ്, പക്ഷെ ഇവിടെ വി സ്ക്വയർ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? 2v എടുത്തിട്ട് പിന്നെ ആ വെയിനെയും വെലോസിറ്റിനെയും നിങ്ങൾ ഡെറിവേറ്റീവ് എടുക്കണം. ഡി വി ബൈ ഡി ടി നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നോക്കിയാടാ, എന്താണ് മക്കളെ ഡി വി ബൈ ഡി ടി? നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ ആണ്. വെട്ടിക്കളയാൻ പറ്റുന്നവരൊക്കെ വെട്ടിക്കളയുക. ഈ രണ്ടും വെട്ടിക്കളയാം. അപ്പൊ നോക്കിയാൽ ഡി വി ബൈ ഡി ടി എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം ആക്സിലറേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? യെസ്, ഡി കെ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഡി കെ ബൈ ഡി ടി. ഡി കെ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടും നോക്കിയാൽ ഡി കെ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഇവിടെ ഇനി ബാക്കി എന്താ ഉള്ളത്? ഒരു എം ഉണ്ട്, പിന്നെ നമ്മുടെ ഇപ്പോൾ കിട്ടിയ ആക്സിലറേഷൻ ഉണ്ട്, പിന്നെ ഒരു വെലോസിറ്റി ഉണ്ട്. എം എ ഇൻറ്റു വി എന്ന് കിട്ടി. എടാ മക്കളെ, പറഞ്ഞ എം എ മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് എല്ലാവർക്കും അറിയാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്, അല്ലേടാ? അപ്പൊ എന്ത് കിട്ടും? യെസ്, ഡി കെ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു മക്കളെ വെലോസിറ്റി എന്ന് വെച്ചാൽ നമുക്കറിയാം എന്താ വെലോസിറ്റി? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡി എക്സ് ബൈ എന്താണ്? ഡി ടി ആണ്. എഫ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എം എ ആണ്. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എം എ ഈക്വൽ ടു എഫ് എന്ന് കൊടുത്തു, വെലോസിറ്റിക്ക് പകരം ഡി എക്സ് ബൈ ഡി ടി. വെലോസിറ്റിക്ക് പകരം ഡി എക്സ് ബൈ എന്തിട്ട് കൊടുക്കുക? ഡി ടി ഇട്ട് കൊടുക്കുക. ഡി ടിയും വെട്ടി ചത്തുപോയി. അപ്പൊ ഡി കെ ഇസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് എന്ന് കിട്ടിയില്ലടാ മക്കളെ. ഈ ഒരു ഇക്വേഷനിൽ നിന്നാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. ഡി കെ ഇസ് ഈക്വൽ ടു എഫ് ഡി എക്സ് കിട്ടി. ഇനിയാണ് നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോകുന്നത്. ഇന്റഗ്രേഷൻ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഇന്റഗ്രേഷൻ ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്റഗ്രേഷൻ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്കറിയാം കൈനറ്റിക് എനർജിയാണ്. അപ്പൊ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ടു ഫൈനൽ കൈനറ്റിക് എനർജി. അവിടുത്തെ വർക്ക് ഡൺ ആണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പ്രൂവ് ചെയ്യേണ്ടത്, അല്ലെ? അപ്പൊ നോക്കിയാടാ, അവിടെ ഡി കെക്ക് പകരം നമ്മൾ എന്തിട്ട് കൊടുക്കുകയാണ്? ഇനിഷ്യൽ കൈനറ്റിക് എനർജി എന്നിട്ട് കൊടുക്കുന്നു. ഫൈനൽ കൈനറ്റിക് എനർജി. എന്നിട്ട് ഡി കെയുടെ ഇന്റഗ്രേഷൻ കാണുകയാണ്. ഇന്റഗ്രേഷൻ. ഇനി റൈറ്റ് സൈഡിലോ അവിടുത്തെ ലിമിറ്റ് എന്തായിരിക്കും? അവിടെ ഡിസ്പ്ലേസ്മെന്റ് ആണ് മാറുന്നത്. നമുക്കറിയാം ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ്.
അതായത് ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ അവിടെ ഡിസ്പ്ലേസ്മെന്റ്, ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ട്. അവിടെ ഇനിഷ്യൽ കൈനറ്റിക് എനർജി ഉണ്ട്, ഫൈനൽ കൈനറ്റിക് എനർജി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആ കൈനറ്റിക് എനർജി സ്ഥാനത്ത് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ടു ഫൈനൽ കൈനറ്റിക് എനർജിയും, ഡിസ്പ്ലേസ്മെന്റ് സ്ഥാനത്ത് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഫൈനൽ ഡിസ്പ്ലേസ്മെന്റും ആണ്. പിന്നെ ബാക്കി എന്താണ് കിടക്കുന്നത്? എഫ് ഇൻറ്റു ഡി എക്സ് ആണ്. അല്ലേടാ മക്കളെ, എഫ് ഇൻറ്റു ഡി എക്സ് ആണ്. തീർന്നു, ആൻസറോട് നമ്മൾ എത്താൻ പോവാണ്. എടാ മക്കളെ, ഇതിനെ നിങ്ങൾ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രൽ 1 dx എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എക്സ് ആണ്. എങ്കിൽ ഇന്റഗ്രൽ 1 dk എന്ന് പറയുന്നത് കെ അല്ലേടാ? അപ്പൊ ഇന്റഗ്രൽ 1 dk അല്ലെങ്കിൽ ഇന്റഗ്രൽ dk എന്ന് പറയുന്നത് കെ ആണ്. കെ ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മൾ കെ എന്ന് പറയുന്ന വാല്യൂസ് ഇട്ട് കൊടുക്കുന്നു. അപ്പൊ നമുക്ക് ഇവിടെ കെ കിട്ടുന്നു. അപ് ടു ദ ലിമിറ്റ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി ടു ഫൈനൽ കൈനറ്റിക് എനർജി ആണ് ഇസ് ഈക്വൽ ടു, ഇതെന്റെ മക്കളെ നമുക്ക് എല്ലാവർക്കും അറിയാം, വർക്ക് ഡൺ ബൈ വേരിയബിൾ ഫോഴ്സ് ആണ്. ഇന്റഗ്രൽ xi ടു എക്സ് ഓഫ് എഫ് ഡി എക്സ് അല്ലേടാ? നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് ടു ഫൈനൽ ഡിസ്പ്ലേസ്മെന്റ് എഫ് ഡി എക്സ് കുഞ്ഞു വർക്കാണ്. അപ്പൊ ഈ കുഞ്ഞു വർക്കിനെ ഇന്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടത്തില്ലേ? അവിടെ ഞാൻ എന്ത് കൊടുത്തു? ഞാൻ അവിടെ W ഒന്ന് കൊടുത്തു, അല്ലെങ്കിൽ ഡെൽറ്റ W ഒന്ന് കൊടുക്കാം. ഇനി നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഇവിടെ എന്ത് കിട്ടും? യെസ്, ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. ഇവിടെ ഞാൻ കെയ്ക്ക് പകരം ഇത് രണ്ടും വിട്ടു കൊടുക്കുന്നു. ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി. എടാ മക്കളെ, ആൻസർ കിട്ടി. എന്താണ് ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനിഷ്യൽ കൈനറ്റിക് എനർജി? ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പിലോട്ട് നമ്മൾ എത്തിയിരിക്കുന്നു. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇസ് ഈക്വൽ ടു വർക്ക് ഡൺ. ദിസ് ഈസ് ദ ഫൈനൽ ഫോർമുല. ഇതാണ് ഫൈനൽ ഫോർമുല. അപ്പോൾ വർക്ക് എനർജി തിയറം രണ്ട് രീതിയിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. ഒന്നെങ്കിൽ ഫിക്സഡ് ഫോഴ്സ് ആയിരിക്കും. ഇനി ഒന്നും പറയുന്നില്ല എങ്കിൽ നിങ്ങൾ ഫിക്സഡ് ഫോഴ്സ് ചെയ്താൽ മതി. വേരിയബിൾ ഫോഴ്സ് ഒന്ന് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഈ രീതിയിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത്. അപ്പോൾ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അപ്പോൾ ഇത് ഉപകാരപ്പെട്ടാൽ ഉറപ്പായി നിങ്ങൾ കമന്റ് ചെയ്യണം. മാക്സിമം എല്ലാ മക്കളിലോട്ടും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. നമുക്ക് പുതിയൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം. ടാറ്റ, ബൈ ബൈ.